ഹായ് ഫ്രണ്ട്സ്, കേരള അക്വേറിയം ബ്രദേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആഫിക്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു മാസം മുമ്പേ ഒരു ഇൻക്യുബേറ്റർ വാങ്ങിയായിരുന്നു. എഗ്ഗ് ഹാച്ച് ചെയ്യുന്ന ഒരു ഇൻക്യുബേറ്റർ വാങ്ങിയായിരുന്നു. അതിനെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇൻക്യുബേറ്റർ. ഇത് ഒരു 50 മുട്ട വരെ വെക്കാൻ പറ്റുന്നൊരു ഇൻക്യുബേറ്ററാണ്. അപ്പം ഇത് ഈ പേപ്പറൊന്നും മേലുള്ളത് നോക്കണ്ട, അത് കൊറിയർ അയക്കുമ്പോൾ അതിനില്ല നമ്മളെ അഡ്രസ്സൊക്കെ അതിന് മേലെ എഴുതിയതാണ്. പിന്നെ കൊണ്ടുവന്നിട്ട് ഞാനതൊന്നും പറിച്ചിട്ടില്ല. പിന്നെ ഒരു മാസമായി കൊണ്ടുവന്നിട്ട് 2 പ്രാവശ്യം മുട്ട വിരിയിപ്പിച്ചായിരുന്നു. നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ ഒക്കെ കാണിക്കുന്ന ഒരു സാധനമാണിത്, തെർമോമീറ്റർ. അപ്പം ഇത് നമ്മുടെ ഇൻക്യുബേറ്ററിൽ അത്യാവശ്യമുള്ളൊരു സാധനമാണിത്. പിന്നെ ഇത് അതിൻ്റെ ഫ്ലഗാണ്. പിന്നെ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഉൾവശം. കറക്റ്റ് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പം ഇതിന് 2 ബൾബുണ്ട്, പിന്നെ ഒരു ഫാനുണ്ട്, പിന്നെ ഒരു സെൻസറും ഉണ്ട്, പിന്നെ 2 സർക്യൂട്ടുണ്ട്. അത് മറ്റേ കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇതാണ് കറണ്ട് ബില്ല് അധികം വരത്തില്ല. 40 വാട്ട്സിൻ്റെ 2 ബൾബാണ് ഇതിലുള്ളത്. പിന്നെ ഇത് ഞാൻ വാങ്ങിയത് മലപ്പുറത്തു നിന്നാണ് ഞാനിത് വാങ്ങിയത്. മലപ്പുറത്തെ കാക്കാൻ്റെ നമ്പർ ഞാൻ ഇതിലിടുന്നതാണ്. നല്ല ഇൻക്യുബേറ്ററാണ് അയാൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതാണ് സെൻസർ. പിന്നെ നല്ല രീതിയിൽ റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾക്കിപ്പോൾ 2 ബാച്ച് കുഞ്ഞുങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതിനെ കാണിച്ചു തരാം. പിന്നെ ഇതിൽ ഒരു 3 ഹോൾ അവരിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇതിൽ എങ്ങനെ എഗ്ഗ് വെക്കുന്നതെന്നൊക്കെയുള്ള സെറ്റപ്പ് ഞാൻ ഒരു വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ ഇത് നമ്മളെ ബ്രൂഡറാണ്. നമ്മൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് ഒരു 1.5 ആഴ്ചത്തോളം നമ്മൾ കുഞ്ഞുങ്ങളെ ബ്രൂഡറിലിടണം, ബൾബിലിട്ട് വെക്കണം. ഇത് നമ്മളൊരു മീൻപെട്ടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഞാൻ കറക്റ്റ് ഒരു വീഡിയോ ഇടുന്നതാണ്. അതിനെക്കുറിച്ച് ഒരു 16 കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ ഇവർ വിരിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 ദിവസമായി. 2 ദിവസമായ കുഞ്ഞുങ്ങളാണിത്. ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഇൻക്യുബേറ്റർ വാങ്ങിയിട്ട് ഉണ്ടായിരുന്ന ഫസ്റ്റത്തെ ഇൻക്യുബേറ്റർ വാങ്ങിയിട്ട് പിറ്റേ ദിവസം വെച്ച മുട്ടയിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളാണ്. ഫസ്റ്റ് ബാച്ചാണിത്. ഞാൻ ഫസ്റ്റ് ഒരു ട്രയലൊന്ന് വെച്ച് നോക്കിയതാണ്. ഒരു 5 എണ്ണം വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവരിപ്പോൾ ഒരു 3-4 ആഴ്ച പ്രായമുണ്ട്. അപ്പോൾ ഇവർ നല്ല ഉഷാറുള്ള കുഞ്ഞുങ്ങളാണ്. 3 നാടൻ കോഴിയും പിന്നെ 2 ഗിരിരാജയാണ് ഉള്ളത്. പിന്നെ ഇവിടുന്ന് മുട്ടകളൊന്നും ഇവിടെ അടുത്തൊന്നും കിട്ടാറില്ലാത്ത ദൂരത്തു നിന്നാണ് കൊണ്ടുവരല്. അതുകൊണ്ട് ചില മുട്ടകൾ വിരിയാറുള്ളൂ. പിന്നെ നല്ല റിസൾട്ടാണ്. എന്തായാലും ഇൻക്യുബേറ്റർ നല്ല റിസൾട്ട് ഇല്ലാതാണ്. നല്ല വീഡിയോ ഇനിയും അതിനെക്കുറിച്ച് ഇടുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ബേഡ്സുകളൊക്കെ കുറേ ഉണ്ട്. അവരൊക്കെ വീഡിയോ പുറകെ വരുന്നതാണ്. അപ്പം നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ പരമായിട്ടുള്ള കുറേ വീഡിയോസ് ഇനിയും ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പം ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളോടൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്.
അപ്പോൾ എല്ലാവർക്കും ബായ്.